നിങ്ങൾക്ക് മറുപടി നൽകാം KP റോസമ്മയ്ക്ക്. ഇവിടെ ബഹുമാനപ്പെട്ട KP റോസമ്മ ആദ്യം പറഞ്ഞത് പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ആത്മാവെല്ലാം ഇത് കണ്ടിട്ട് വിഷമിക്കുന്നുണ്ടാകും. ഏതായാലും വർഗ സമരത്തെയും അതുപോലെ തന്നെ തൊഴിലാളി സമരത്തെയും എല്ലാം ഒറ്റുകൊടുക്കുന്ന വിഭാഗത്തെ വളരെ ജാഗ്രതയോടെ നോക്കി കാണണമെന്നും അവർ ഉയർത്തിപ്പിടിക്കുന്ന തെറ്റായ രാഷ്ട്രീയത്തെ പൊതുസമൂഹത്തിൽ ഉയർത്തിപ്പിടിക്കണമെന്നും ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 98% പേർ ഒരു സ്ഥലത്തും 1.7% ആളുകൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നടത്തുന്ന സമരത്തെ ഞങ്ങൾ കൃത്യമായി തന്നെ പൊളിച്ചെടുക്കും. അതിൽ യാതൊരു സംശയമില്ല. പിന്നെ കുറച്ച് നാളായി 37 ദിവസമായിട്ട് അങ്ങ് പറയുന്നു 233 രൂപ ദിവസം 233 രൂപ. താങ്കൾ മേടിച്ച ശമ്പളം താങ്കൾ അംഗീകരിച്ചു 11,735 രൂപ എന്ന്. കഴിഞ്ഞ മാസം 11,735 രൂപ മേടിച്ച താങ്കൾ അതിനെ 30 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് 391.17 അതായത് മാസം ഒരു ദിവസം 391 രൂപ വാങ്ങിയ താങ്കൾ പിന്നെ എങ്ങനെയാണ് 233 രൂപ എന്ന് കഴിഞ്ഞ 37 ദിവസമായി ഒരേ രൂപത്തിൽ ഇങ്ങനെ താങ്കളുടെ ഒപ്പം ശമ്പളം മേടിച്ച വിനീത കുമാരിയും ശ്രീമതി ബീനയും 6 മാസത്തിൽ ഒരിക്കലാണ് ഇത് ശരിയല്ല. നിങ്ങൾ ആങ്കറല്ല. ഒരു മിനിറ്റ് പറഞ്ഞില്ലല്ലോ. അര മിനിറ്റ് അല്ല. വ്യക്തത വരുത്താൻ എനിക്കറിയാം. എന്നെ വ്യക്തത വരുത്താൻ താങ്കൾ വരണ്ട. അതിനായിട്ടില്ല. ഞാൻ ഈ ചർച്ചയ്ക്ക് വന്നത് എന്റെ പാർട്ടിയുടെ നിലപാട് ഉയർത്തിപ്പിടിക്കാനാ. ഷിബു മൂരാൻ പറഞ്ഞു 10 മിനിറ്റ്, ഒരക്ഷരം ഞാൻ മിണ്ടിയില്ല. ശ്രീമതി റോസമ്മ പറഞ്ഞു 8 മിനിറ്റ്, ഒരക്ഷരം ഞാൻ മിണ്ടിയില്ല. 18 മിനിറ്റ് കേട്ടിരുന്നു. ഞാൻ പറഞ്ഞ അര മിനിറ്റ് ആയപ്പോഴേക്കും താങ്കൾക്ക് എന്നെ വ്യക്തത വരുത്തണം. താങ്കൾ ആദ്യം കൂടെ ഇരിക്കണവരെ വ്യക്തത വരുത്ത്, എന്നിട്ട് CPM-ന്റെ പ്രതിനിധിയെ വ്യക്തത വരുത്താൻ വരുന്നത്. മര്യാദയ്ക്ക് കേട്ടാൽ മതി. ഞാൻ പറഞ്ഞപ്പോൾ എന്താ താങ്കൾക്ക് എത്ര ബുദ്ധിമുട്ട്? 233 രൂപ എന്ന 37 ദിവസമായി പുലമ്പുന്ന ആള് ഇപ്പൊ സ്വയം മേടിച്ചിരിക്കുക 391 രൂപ ദിവസം. അതുപോലെ തന്നെ വിനീത കുമാരി, ബീന കൂടെ 2 പേർ അവർ മേടിച്ചത് 13,040 രൂപ വെച്ച്. അതായത് ഒരു ദിവസം 434.67. സത്യം സാമർത്ഥ്യത്തെക്കാൾ സുന്ദരമാണ് സ്മൃതി. ഇത്ര നുണ പറഞ്ഞ അവരുടെ വായിൽ നിന്ന് തന്നെ വന്നില്ലേ ഞങ്ങൾ ഇത് വാങ്ങിച്ചു എന്ന്. അങ്ങനെ 434 രൂപ ദിവസം മേടിക്കുന്ന ആൾ വന്ന് പറയാ 233 രൂപയ്ക്ക് ഇവിടെ സമരം നടത്തുന്നു. എന്താ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞ്? കക്കൂസ് മാലിന്യം ചോക്കുന്നവരാണ് ഇവിടുത്തെ ആശാ വർക്കേഴ്സ്. അതുപോലെ വീട്ടുജോലി ചെയ്യുന്നവരാണ്, ഓരോ വീടുകളിലും പോയി വീട്ടുജോലി ചെയ്യുന്നവരാണ് ആശാ വർക്കേഴ്സ്. നിങ്ങൾ ചോദിച്ചോ ഏതെങ്കിലും ആശാ വർക്കേഴ്സിന് അത്തരം ചുമതല ഈ സ്കീമിന്റെ ഭാഗമായി കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചോ? ഒരാളും ചോദിച്ചില്ലല്ലോ. എന്താ ഇതിങ്ങനെ ആ സമരത്തെ അങ്ങ് പൊലിപ്പിക്കാൻ വേണ്ടി നുണ തന്നെ പറയുന്നു. ആശാ വർക്കേഴ്സിന് സ്കീം പ്രകാരം ഇവിടെ ജോലി കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. കേന്ദ്ര തീരുമാനിച്ച് എന്തൊക്കെ ചെയ്യണമെന്ന്. ആ കേന്ദ്ര സ്കീം അങ്ങ് ഉപേക്ഷിച്ചോ? അത് ഏറ്റെടുത്ത് അന്തസ്സോടെ നടത്താൻ കേരള ഗവൺമെന്റ് തയ്യാറാണ്. അവരെ തൊഴിലാളിയായിട്ട് അംഗീകരിക്കാൻ കേരള ഗവൺമെന്റ് തയ്യാറാണ്. മാന്യമായ ശമ്പളവും ആനുകൂല്യം കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറാവും. കാരണം സ്കീം കേന്ദ്രത്തിന്റെ ആയാലല്ല, കേരളത്തിന്റെ ആയാൽ ഇവിടെ എല്ലാം സ്കീം കേന്ദ്രം, സംസ്ഥാനം അങ്ങ് കൊടുത്തോണ്ടിരിക്കണം. വിദ്യാഭ്യാസം, ആരോഗ്യം, മറ്റെല്ലാ മേഖലയിലും സംസ്ഥാനം അങ്ങ് കൊടുത്തോണ്ടിരിക്കണം. ഇതാണ് കേന്ദ്ര പോളിസി. താങ്കൾ ഇടയ്ക്കൊന്ന് ചോദിച്ചല്ലോ എന്താ കേന്ദ്രത്തിനെതിരെ നിങ്ങൾ പറയാത്തതെന്ന്. അപ്പൊ എന്താ ഈ മാഡം പറഞ്ഞേ? കേന്ദ്രത്തിനെതിരെയില്ല, ഞങ്ങൾക്കെല്ലാം സംസ്ഥാനത്തിനെതിരെയാണ്. ശ്രീ ഷിബു മീരാനോട് താങ്കൾ ചോദിച്ചില്ലേ എന്തിയെ കേന്ദ്രത്തിനെതിരെ ഒരു വാക്ക് നിങ്ങൾ പറയാത്തെന്ന്? അപ്പൊ അദ്ദേഹം പറഞ്ഞു അവിടെ പ്ലക്കാർഡ് പിടിച്ചു. മിസ്റ്റർ ഷിബു മീരാൻ, ഒരക്ഷരം കേന്ദ്രത്തിനെതിരെ നിങ്ങൾ ഇതുവരെ ഉരിയാടിയിട്ടില്ല. എന്തിന് കോൺഗ്രസിന്റെ തൊഴിലാളി വിഭാഗം INTUC സമരത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്താ? INTUCയുടെ നേതാവ് എന്താ പറഞ്ഞേ? ഇത് തൊഴിലാളി വർഗത്തെ ഉറ്റിക്കൊടുക്കുന്ന സമരമാണെന്ന് INTUCയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുമ്പോൾ ഇത്തരത്തിലൂടെ രമേശ് ചെന്നിത്തലയും അപ്പുറത്തൂടെ VD സതീശന് ചെല്ലുകയാണ് പിന്തുണ കൊടുക്കാൻ. ഇന്ന് വൈകുന്നേരം ചെന്നല്ലോ പിന്തുണ കൊടുക്കാൻ. ഈ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിന്റെ ഒരു തൊഴിലാളിയെ കൂടെ നിർത്താൻ, വലത്തു കൈ പിടിക്കാൻ, ഇടതു കൈ പിടിക്കാൻ കൂടെ നിർത്താൻ ശേഷിയില്ലാത്തവരായി പ്രതിപക്ഷ നേതാവ് മാറിയില്ലേ? ലീഗിന്റെ നേതാക്കന്മാർ മാറിയില്ലേ? ഒരാളെ കൂടെ കൊണ്ടുപോകാൻ, ഒരു ആശാ വർക്കേഴ്സ് നിങ്ങളുടെ കൂടെ അണിനിരക്കാൻ വന്നില്ലല്ലോ. എന്താ ഒരു സത്യം കേട്ടോ? ഇവിടെ 450 പേർ പങ്കെടുക്കുന്ന സമരത്തിൽ പകുതി പേരെ കൊണ്ടുപോയി BMS എന്ന പാർട്ടി ഉണ്ടാക്കി. SCCയുടെ സമരം തുടങ്ങി 1 മാസം കഴിഞ്ഞപ്പോ ആ BMSന്റെ ലെറ്റർ പാഡിൽ ആരോഗ്യമന്ത്രിക്ക് കത്ത് കൊടുത്തു. ഞങ്ങൾ ഒരു സംഘടന ഉണ്ടാക്കി. അതിനു വേണ്ടിയിട്ടാ 3 തവണ കേന്ദ്രമന്ത്രി പോയത് കേന്ദ്രത്തിൽ നിന്ന് ആനുകൂല്യം മേടിക്കാനല്ല, മറിച്ച് ആ SUCയെ പിളർത്തി BMS എന്ന സംഘടന ആശാ വർക്കേഴ്സിന്റെ കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ. ഞാൻ അയച്ചു തരാം അവർ കൊടുത്ത ലെറ്റർ പാഡ്, അവരുണ്ടാക്കിയ സംഘടന. അങ്ങനെ രാഷ്ട്രീയ ലക്ഷ്യത്തോടുള്ള സമരം. അങ്ങനോട് ചോദിച്ചല്ലോ നന്ദ അവിടെ മറുപടി പറഞ്ഞത് ഈ 450 പേരുടെ സമരം കണ്ടിട്ടല്ലേന്ന്. അല്ല, ഈ രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിലും 7 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഉജ്ജ്വലമായ ആശാ വർക്കേഴ്സിന്റെ വ്യത്യസ്ത രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളവർ ഒറ്റക്കെട്ടായി നടത്തിയ സമരത്തിന്റെ ഭാഗമായിട്ടാണ്. പല സംസ്ഥാനങ്ങളിലും സമരമുണ്ട്. 1 രൂപ കേന്ദ്രം കൂട്ടിയാൽ അത് ഈ രാജ്യത്തെ 26 ലക്ഷത്തോളം വരുന്ന മുഴുവൻ ആശാ വർക്കേഴ്സിന് കിട്ടും. അങ്ങനെ കിട്ടുന്ന സാഹചര്യം പറയുമ്പോൾ അത് ഒരു പുലമ്പലായി താങ്കളുടെ വാക്കാണ്.
പുലമ്പൽ എന്ന സമരം ചെയ്യുന്നവരുടെ വാക്കിനെ താങ്കൾ പറഞ്ഞ വാക്കാണ് ഞാൻ കേട്ടതാണ്. ഒരു മിനിറ്റ് എത്രയായാലും 231 ആയാലും 291 ആയാലും ജീവിക്കാനുള്ള നല്ല തുകയാണല്ലോ അല്ലേ ഒരു ദിവസം. അതവിടെ നിൽക്കട്ടെ. ഇനി നിങ്ങൾ ഈ പറയുന്ന SUCA, ഈ SUCA നിങ്ങൾ 2 പാർട്ടി കോൺഗ്രസിനെ ക്ഷണിച്ചിട്ടുണ്ടല്ലോ. SUCA ആണ് ഇപ്പോൾ പ്രശ്നം. SUCA ഉള്ളത് കൊണ്ടാണ് ഈ സമരത്തെ നിങ്ങൾ പൂർണ്ണമായി തള്ളുന്നത് എന്നാണോ? ഇനി പ്രതിപക്ഷവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ പ്രതിപക്ഷം അവിടെ നഡ്ഡയെ കണ്ടിരുന്നു, അവിടെ പ്രതിഷേധ പരിപാടികൾ നടത്തിയിരുന്നു, പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിച്ചിരുന്നു. ഇത്രയും കാര്യങ്ങൾ കേന്ദ്രത്തിൽ അവിടെ ചെയ്തിട്ടുണ്ട്. കേന്ദ്രവുമായി ബന്ധപ്പെട്ട പരാതിയില്ലേ എന്നുള്ള കാര്യത്തിൽ ആ കാര്യങ്ങൾ ഇവിടെ കോൺഗ്രസ് ചെയ്തതാണ്, ഇവിടെ പ്രതിപക്ഷം ചെയ്ത കാര്യമാണ്. അത് നിങ്ങൾ കണ്ടില്ല എന്നുണ്ടോ? ഇവിടെ സംസ്ഥാന സർക്കാരിനോടുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ കേന്ദ്രത്തോട് പോയി ചോദിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് പറയുന്നതിൽ ഉപയോഗിക്കുന്ന ഭാഷ നിങ്ങൾ തന്നെ പരിശോധിച്ചാൽ മതി. അഡ്വക്കേറ്റ് അരുൺകുമാർ, നിങ്ങളിപ്പോൾ ഈ സമരം ചെയ്യുന്ന ആളുകളെ പരിഹസിച്ചുകൊണ്ട് പറയുന്ന വാക്കുകളുണ്ടല്ലോ. നിങ്ങൾ പറയുമ്പോൾ നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ജനം കാണുന്നുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും കാണുന്നുണ്ട്. ഒറ്റ കാര്യം ഞാൻ 233-ന് 291 അല്ല 232 എന്ന് ഇവര് പറയുമ്പോൾ 391 ഈ ശ്രീമതി റോസമ്മ വാങ്ങിക്കുന്ന ദിവസ ശമ്പളം. 434 അത് പറയുന്നതിന്റെ ഇരട്ടിയാണെന്നാ പറഞ്ഞത്. പുലമ്പുക എന്നുള്ള വാക്ക് ഉപയോഗിച്ച ഒരു മാസം ഈ ഞങ്ങളുടെ ഇൻസെന്റീവും മാഷേ ഞങ്ങളുടെ ഇൻസെന്റീവും ഓണററിയും ഒന്നിച്ചു ചേർത്ത് 4 മാസത്തിൽ കിട്ടുന്ന തുകയാണത്. 4 മാസം, അത് മനസ്സിലാക്ക്. ഒരു മാസത്തിലല്ല, 4 മാസം കൂടിയപ്പോൾ കിട്ടിയതാണ്. കംപ്ലീറ്റ് നോക്കുന്ന എനിക്ക് 2000 സംതിങ് പോപ്പുലേഷൻ നോക്കുന്ന എനിക്ക് 4-5 മാസം കൂടിയപ്പോഴാണ് അത് കിട്ടിയത്, തുടർച്ചയായിട്ടുള്ള മാസങ്ങളിലല്ല. അത് മനസ്സിലാക്ക്. എന്തായാലും 7,000 രൂപ ഹോണറേറിയവും 3,000 രൂപ ഫിക്സഡ് ഇൻസെന്റീവും 3,000 രൂപ ജനറൽ ഇൻസെന്റീവും 200 രൂപ ഫോൺ ചാർജും അടക്കം 13,300 ഇതൊക്കെ പൊതുസമൂഹത്തിലുണ്ട് മിസ്റ്റർ. അല്ല മാഡം, ഇതൊക്കെ കൃത്യമായിട്ടുണ്ടല്ലോ. ഒരു മിനിറ്റ്. ഇല്ല ശരി, അഡ്വക്കേറ്റ് അരുൺകുമാർ, ഒറ്റയടിക്ക് 7,000-ൽ നിന്ന് 21,000-ലേക്ക് ഇരട്ടിയിലധികമാക്കാൻ പറ്റില്ല എന്നാണല്ലോ മന്ത്രി പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഹരിയാനയിൽ നടത്തിയ സമരം, CITU നടത്തിയ സമരം 3,000-ൽ നിന്നും 26,000 രൂപയാക്കാനായിരുന്നു. അത് സംസ്ഥാന സർക്കാരിനോടായിരുന്നു സമരം. അപ്പോൾ അവിടുത്തെ സമരത്തിന്റെ കാര്യമൊന്ന് വിശദീകരിക്കാമോ? കേന്ദ്രത്തോടല്ലോ സമരം ചെയ്തത്, സംസ്ഥാന സർക്കാരിനോടല്ലേ സമരം ചെയ്തത്? അത് CITU അല്ലേ നേതൃത്വം കൊടുത്തത്? CITU സമരം നേതൃത്വം കൊടുത്താൽ നല്ല സമരവും, ഇവിടെ SUCA ആണ് അതിന് മുന്നിലെങ്കിൽ അത് മോശം സമരം ആകുന്നത് എങ്ങനെയാണ്? ഈ ചോദ്യം 37 ദിവസമായിട്ട് താങ്കൾ ഈ വാചകം ഉപയോഗിക്കുന്നുണ്ട്. CITU നടത്തുമ്പോൾ അത് നല്ല സമരവും മറ്റു സംഘടനകൾ നടത്തുമ്പോൾ മോശം സമരവും. CITU നടത്തിയത് ഡൽഹി കേന്ദ്രീകരിച്ച് ഉജ്ജ്വലമായ സമരവും സംസ്ഥാനങ്ങളിലും കേന്ദ്ര സർക്കാരിനെതിരെ തന്നെയാണ്. ഞാൻ സമരത്തെ കുറിച്ചൊന്ന് ഡൽഹിയിൽ നിങ്ങൾ സമരം നടത്തിയില്ല ഞാൻ പറയുന്നില്ല, ഡൽഹിയിൽ സമരം നടത്തിയിട്ടുണ്ട്, ശരിയാണ്. യോഗം വിളിക്കുന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്, ശരിയാണ്. അത് CITU ഒറ്റയ്ക്കായിരുന്നില്ല, സംഘടനകൾ ഒരുമിച്ചായിരുന്നു. ഹരിയാനയിൽ നടത്തിയ സമരം സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങൾ പശ്ചിമ ബംഗാളിൽ നടത്തിയ സമരവും സംസ്ഥാന സർക്കാരിനോടുള്ള ആവശ്യം ഉന്നയിച്ചാണ്. കൃത്യമായി ഞങ്ങൾ ഉന്നയിച്ച മുദ്രാവാക്യം ഇത് ജീവനക്കാർ തൊഴിലാളി എന്ന രൂപത്തിൽ അംഗീകരിക്കണം. ഈ സ്കീം പ്രകാരം കേന്ദ്ര ഗവൺമെന്റിനെ അത് അംഗീകരിക്കാൻ പറ്റൂ. മാന്യമായിട്ടുള്ള ശമ്പളമാക്കണം, ഓണറേറിയം ഇൻസെന്റീവും മാറ്റി നിർത്തണം. അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ബെനിഫിറ്റുകൾ വേണം, റിട്ടയർമെന്റ് ബെനിഫിറ്റ് വേണം. ഈ CITU ദേശവ്യാപകമായി രാജ്യത്താകമാനമുള്ള തൊഴിലാളികളെ പ്രത്യേകിച്ച് ആശാ വർക്കേഴ്സിനെ സംഘടിപ്പിച്ചുകൊണ്ട സമരം, അല്ലാതെ അവിടുത്തെ സമരം നല്ലത് ഇവിടുത്തെ സമരം മോശമെന്നൊന്നും പറഞ്ഞില്ല. SUCI നടത്തുന്ന സമരം മോശമാണെന്ന് ഞങ്ങൾ പറഞ്ഞില്ല. ആർക്കും സമരം നടത്താം, പക്ഷേ മുദ്രാവാക്യത്തിന്റെ പ്രായോഗികതയാണ് പ്രശ്നം. ഈ മുദ്രാവാക്യത്തിന്റെ പ്രായോഗികതയിൽ അദ്ദേഹം പറഞ്ഞല്ലോ കേന്ദ്രത്തിനെതിരെ ഞങ്ങൾക്ക് ഒന്നുമില്ല, സ്കീം ഇംപ്ലിമെന്റ് ചെയ്തവർക്കെതിരെ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.